എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഒരു അടിപൊളി സ്പോട്ട് കാണിക്കാൻ വേണ്ടിയിട്ടാണ് പോകുന്നത്. അപ്പോൾ അവിടെ എന്ന് പറഞ്ഞാൽ നമ്മൾ പോകുന്ന സ്ഥലം കോളിത്തട്ട് എന്ന് പറയുന്ന സ്ഥലമാണ്. മട്ടണി കോളിത്തട്ട് നമ്മളെ വീടിൻ്റെ അടുത്ത് നിന്ന് ഒരു 6 കിലോമീറ്റർ ദൂരമുണ്ട്. അപ്പോൾ ഭയങ്കരമായിട്ട് ഒരുപാട് ആൾക്കാർ പറഞ്ഞു നല്ലൊരു സ്പോട്ടാണ്, അവിടെ നിങ്ങൾ പോകണം കാണണം എന്നെല്ലാം പറഞ്ഞിരുന്നു. അതൊന്നും നമുക്കും ആഗ്രഹം ഉണ്ടായിരുന്നു കാണണമെന്ന്. അവിടത്തേക്ക് പോവാണ്. അപ്പോൾ അവിടുത്തെ കാര്യങ്ങളൊക്കെ നമുക്ക് അവിടെ കുറെ കോറികളുണ്ട്, അതുപോലെ തന്നെ ഈ കല്ലിന്റെ പണകൾ, ഇതൊക്കെയാണ്. അത് നമുക്ക് വിശദമായിട്ട് അവിടെ പോയിട്ടൊന്ന് കാണിച്ചു തരാന്നുള്ള ഒരു ആഗ്രഹം വെച്ചിട്ടാണ് തുടങ്ങുന്നത്. അപ്പോൾ കാണാം. അപ്പോൾ അവിടത്തേക്കുള്ള ബോർഡായി കാണുന്നത് ഇപ്പോൾ ഉളിക്കല്, കോളിത്തട്ട്, മട്ടണി, ഇതൊക്കെ എന്ന് പറഞ്ഞാലുള്ള സ്ഥലത്തിന്റെ ഓരോ പേരാണ്. നമുക്ക് അവിടത്തേക്ക് പോവാം. കമോൺ. അപ്പോൾ ഇതാണ് നമ്മൾ ഇവിടുന്ന് പോകുന്ന വഴിയാണ്. കോളിത്തട്ടേക്ക് പോകേണ്ട വഴിയാണ് ഇപ്പം കാണുന്ന വലതുവശം. നമ്മൾ ഉളിക്കലേക്ക് പോകുന്ന വഴിയാണ് ഇടതുവശം. വണ്ടി പോട്ടെ. അപ്പോ നമ്മൾ അങ്ങോട്ടേക്കുള്ള വഴി സ്റ്റാർട്ട് ചെയ്തു കേട്ടാ. ഇവിടുന്ന് അങ്ങോട്ട് ഒരുവിധം കുന്നാണ്, നല്ല കയറ്റമുള്ള സ്ഥലമാണ്. അപ്പോ വളവും കയറ്റമായിട്ടുള്ള നല്ലൊരു അടിപൊളി സ്ഥലമാണ്. നമുക്ക് ഏതായാലും ആദ്യമൊക്കെ നമ്മൾ ഇങ്ങനെ അങ്ങോട്ട് പോകുന്നതാണ്, പിന്നെ കുറേയായി ഇപ്പൊ അങ്ങോട്ട് പോയിട്ട്. അപ്പൊ ഇങ്ങനെ ഒരുപാട് കാണാനുള്ള സ്ഥലങ്ങളുണ്ട്. നമ്മൾ അന്നും അവിടത്ത് എത്തിയിട്ടില്ല. പിന്നെ ഏതായാലും നമുക്ക് പോയി നോക്കാമല്ലോ. ഇതൊക്കെ നല്ല ഒരു എന്താ പറയാ, യാത്രക്ക് നല്ലൊരു സുഖം കിട്ടുന്ന ഒരു ഏരിയ ആണ്. അതായത് കുന്ന കയറ്റാണെങ്കിലും രണ്ട് ഭാഗത്തും നല്ല റബ്ബർ, അതുപോലെ തന്നെ കശുമാവ്, ഇതൊക്കെ ആയിട്ട് നല്ല ഒരു കാഴ്ചയുള്ള സ്ഥലമാണ്. കശുമാവ്, അതുപോലെ തന്നെ ഒരുപാട് മാങ്ങകൾ ഉണ്ടാകുന്ന മൂവാണ്ടന്, അതുപോലെ നമ്പ്യാറ്, ഇങ്ങനെ ഒരുപാട് മാങ്ങയിലുള്ള ഒരു നല്ലൊരു ഏരിയ ഇതൊക്കെ. അപ്പോ നമ്മളെ മട്ടണി എന്ന് പറഞ്ഞ സ്ഥലം എത്തി കേട്ടോ. നല്ല ഓരോ ഭാഗങ്ങളുണ്ട്, നല്ല കാഴ്ചയുള്ള ഏരിയ ആണ്. ഒരുപാട് കുഴികളായിട്ടും പിന്നെ അതുപോലെ തന്നെ മലകളായിട്ടും അങ്ങനെയൊക്കെ നല്ല ഒരു കാഴ്ച കിട്ടുന്ന സ്ഥലം തന്നെയാണ്. പിന്നെ ഇറങ്ങിയിട്ട് അങ്ങോട്ടൊക്കെ പോകാൻ ഒരുപാട് സ്ഥലങ്ങളുണ്ട്. നമ്മൾ പോകുന്നതായതുകൊണ്ടാണ് ഇറങ്ങാത്തത്. ഇതാണ് നമ്മുടെ മട്ടണി ടൗൺ എന്ന് പറയുന്നത്. ആദ്യം നല്ല കച്ചവടം കാര്യം ഉണ്ടാക്കിയ സ്ഥലമാണ്. പഴയ കാലത്ത് നല്ല കച്ചവടം ഉണ്ടായിരുന്ന ഒരു സ്ഥലം തന്നെയായി കാണുന്നത്. ഇപ്പം ആരും വലിയ ഇതൊന്നും ഇല്ല, അതുകൊണ്ട് കച്ചവടം കുറഞ്ഞ് ആൾക്കാരെല്ലാം ഒരുപാട് ടൗണിലേക്ക് മാറി. ഇത് പേരട്ട എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് പോകുന്ന റോഡാണ്. സ്കൂളും പോലെ ഇവിടെ മട്ടണി, ഇത് ബേക്കിലുള്ളത് അമ്പലമാണ്, മട്ടണി അമ്പലം. അത് അങ്ങ് ആ കാണുന്ന സ്ഥലത്തേക്കാണ് ഇവിടുന്ന് പോകുന്നത്. ഇനി എവിടെയാണ് നമ്മൾ എത്തേണ്ടത്? ഇതാണ് ഇവിടുത്തെ കോളിത്തട്ടുള്ള സെന്റ് ജോൺസ് UP സ്കൂളാണ്. അങ്ങനെ നമ്മൾ കോളിത്തട്ട് എത്തി. ഇതാണ് കോളിത്തട്ട് എന്ന് പറഞ്ഞ സ്ഥലം. അപ്പൊ നമ്മള് കോളിത്തട്ടുന്ന് ആനക്കുഴി അങ്ങനെ പറഞ്ഞ സ്ഥലത്തേക്കാണ് പോകുന്നത്. അപ്പോ അവിടെയാണ് ഒരുപാട് നല്ല വ്യൂവും കാര്യമുള്ളതെന്ന് പറഞ്ഞു. അപ്പൊ അങ്ങോട്ടേക്ക് പോയിക്കൊണ്ടിരിക്കാം. അത് ആ കാണുന്നത് കർണാടക ഫോറസ്റ്റ് ആണ്. കർണാടക ഫോറസ്റ്റിന്റെ ഏരിയ ആണ് ആ കാണുന്നതൊക്കെ. പിന്നെ ഇത് വന്ന് നമ്മൾ പറഞ്ഞില്ലേ നല്ല നല്ല വ്യൂ ഉണ്ട് എന്ന് പറഞ്ഞ സ്ഥലമാണ്. കണ്ട, നോക്കിയേ, ഇങ്ങനെ നല്ലൊരു അടിപൊളി സ്ഥലമാണ്. ഇതുപോലെ ഒരുപാട് ഇനിയും ഹൈറ്റുള്ള സ്ഥലങ്ങളുണ്ട്. അവിടെ എത്തിക്കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് ആ ഭാഗത്ത് കണ്ട അങ്ങനെ എടുത്തൊക്കെ നമ്മള് പറഞ്ഞ സ്ഥലം എത്തി. ഇവിടുന്ന് അങ്ങോട്ട് തന്നെ ഒരുപാട് നല്ല വ്യൂ ഉള്ള സ്ഥലമുണ്ട്. അപ്പോൾ അവിടത്തേക്ക് ആ കാഴ്ച കാണിക്കാനാണ് നമ്മൾ വരുന്നത്. നമുക്ക് അപ്പോൾ അങ്ങോട്ടേക്ക് പോവാം. പിന്നെ പറഞ്ഞാൽ ഇവിടെ കേരളത്തിന്റെയും കർണാടകത്തിന്റെയും അതിർത്തി, വനാതിർത്തിയാണ്. അപ്പോൾ അതിന്റെ അങ്ങോട്ടേക്ക് നമ്മൾ പോകാൻ പറ്റാത്ത ഏരിയകളുണ്ട്, അതൊന്നും പോകണ്ട. നമുക്ക് കാണാൻ പറ്റുന്ന അത്ര ഭാഗത്ത് മാത്രം കാണിക്കാം. പിന്നെ അങ്ങോട്ടുള്ള ഒരുപാട് വ്യൂ, നല്ല നല്ല വ്യൂ ഉണ്ട്. അതൊക്കെ ഒന്ന് കാണാലോ. അപ്പൊ ഏതായാലും അങ്ങോട്ടേക്ക് പോവാം. എന്താ നല്ല വലിയൊരു പാറയെ കാണുന്നത്. അപ്പൊ അതിന്റെ മുകളിലൊരു ചെറിയൊരു കല്ലുണ്ട്, ഇങ്ങനെ കുത്തി താഴെ വീഴാൻ നിൽക്കുന്ന പോലെ തോന്നുന്നില്ലേ? അത് ഭയങ്കര അതിന് അങ്ങോട്ടേക്ക് പോകാൻ ഒരുപാട് കാഴ്ചയുണ്ട്. നമുക്ക് നോക്കാം, അങ്ങോട്ട് പോവാം. വാ, നമുക്ക് ഏതായാലും ഇങ്ങനെ പോവാം. ഇങ്ങനെ പോകുന്ന വഴിക്കെല്ലാം കാണുന്നതെല്ലാം പറഞ്ഞു കൊടുക്കണം, എന്തൊക്കെയാ ഉള്ളതെന്ന് അറിയണമല്ലോ. അപ്പോൾ ഒരുപാട് ചെറിയ ചീവീടുകൾ തുടങ്ങിയിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ ഫോറസ്റ്റ് അതിർത്തിയാവുന്നല്ലോ. അപ്പോൾ കേട്ടില്ലേ ആ ചെറിയ സൗണ്ട്?
അത് ചീവീടുകൾ, അതുപോലെ അങ്ങനെ ഒരുപാട് പക്ഷികളും ഇതൊക്കെ ഉണ്ടാവും. പിന്നെ ചിലപ്പോൾ മയിലുകൾ, അങ്ങനെ പലതും കാണാനുണ്ട്. ഇപ്പൊ ശരിക്കും ഒരു നമ്മളെ ഇവിടുത്തെ ഒരു സൗണ്ട് കേൾക്കാൻ പോകുന്നത് ചീവീടുകളുടെ സൗണ്ട് കേൾക്കുന്നില്ലേ? ഫോറസ്റ്റ് നിർത്തിയത്. അപ്പോൾ ആ ലെവലിൽ ഇങ്ങനെ ചെറിയ ചെറിയ ചീവീടുകളും അങ്ങനെ പക്ഷികൾ അതൊക്കെ സൗണ്ട് കേൾക്കാം. ഓരോ ഏരിയയിൽ ഇങ്ങനെ തുടങ്ങി വരിക. അപ്പോൾ ഇതാ നമ്മുടെ ഗ്യാങ്, ഇതാ അമാന്, അതുപോലെ തന്നെ സോബാന്, നമ്മളെല്ലാം കൂടിയിട്ടാണ് ഇങ്ങനെ യാത്ര തുടങ്ങിയിട്ടുള്ളത്. പിന്നെ ഇതിലെന്ന് പറഞ്ഞാൽ ഇതിന് ഭയങ്കര നാണം. ഇത് നാണം മാറ്റി കൊടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഇതിനൊന്ന് കാണിച്ചു കൊടുക്കണ്ടേ, എന്നാലേ എല്ലാം ഒരു മാറ്റം വരുള്ളൂ അല്ലേ? ആ, അപ്പോൾ നമ്മളിങ്ങനെ കല്ലും കൂടും അങ്ങനെ നല്ല ഒരു വഴിയാണ്. വണ്ടിയൊന്നും കയറാൻ പറ്റാത്തതുകൊണ്ട് അങ്ങനത്തെ ഒരു വഴിയിലേക്കൂടെ നമ്മൾ പോകുന്നത്. പിന്നെ വേറെ എന്ത്, എങ്ങനെയുണ്ട് പോയിട്ട്? നിൻ്റെ എക്സ്പീരിയൻസ് എങ്ങനെയുണ്ട് ഇത്രയും വന്നിട്ട്? നല്ല രസമുണ്ട്. അതല്ലേ? ആ, ഇതാ വലിയൊരു മുമ്പോട്ട് ഇതാ നല്ല കാഴ്ചക്ക് നല്ല ഫോറസ്റ്റ് പോലെ തോന്നുന്നില്ലേ? ഫോറസ്റ്റ് ഒന്നുമല്ല, ഇവിടെയൊന്നും ആരും ശരിക്കും ജനവാസമൊന്നും ഇല്ല. അപ്പോൾ ഇങ്ങനെ നടന്ന് പോവാം. കുറച്ചും കൂടി ഉണ്ട് കയറാൻ. അപ്പോൾ ഒന്ന് കയറിക്കഴിഞ്ഞാൽ നമ്മൾ ഉദ്ദേശിച്ച ഒരുവിധം വ്യൂ കാണാൻ പറ്റും. അതിന് മടുത്ത്. അത് ഫോറസ്റ്റാണ്, കർണാടക ഫോറസ്റ്റായി കാണുന്നത്. കല്ലും വെച്ച് നല്ല കല്ല് പാകിയിട്ട് കുഴക്കല്ല് പോലെ ഉണ്ടല്ലേ കാണുമ്പോൾ. നല്ല മിനുസുണ്ടാക്കില്ലേ? ഇതൊക്കെ താണ്ടിയിട്ട് വേണം നമ്മൾ ഉദ്ദേശിച്ച സ്ഥലത്തെത്താൻ. ഇങ്ങനെ ഹൈറ്റ്, എത്ര ഹൈറ്റ് എത്തിയെന്ന് നോക്കിയാൽ നമ്മൾ അപ്പുറത്തെ ആ ഒരു ഭാഗമൊക്കെ നോക്കിയാൽ ഒരുപാട് അങ്ങ് ദൂരത്ത് നല്ലൊരു നമ്മളിതാ വലിയ മലയും താണ്ടി പോക്കാണ് അല്ലേ? ഈ കുണ്ടും ഈ സൈഡൊക്കെ കണ്ട നമുക്ക് ഫുട്ബോൾ ചേരാം. വെള്ളം എടുത്തിട്ടാ അങ്ങനെ ഇവിടെ അടുത്ത് പീടിയൊന്നും ഇല്ല അല്ലേ? അത് അവിടെ ഒരു വ്യൂ പോയിന്റ്. നല്ല സ്ഥലമൊക്കെ എല്ലാം കണ്ടാ. ഇതാടെ ഒരു വെള്ളച്ചാട്ടം കണ്ടാ? കണ്ടാ വെള്ളം ഇങ്ങനെ വീഴുന്ന നല്ല രസമല്ലേ? ഇതൊക്കെ കാണിക്കാൻ പറ്റുമെങ്കിൽ പോയിട്ട് അടുത്ത് കാണിച്ചു തരാം. ഇങ്ങനെ ഒരു കുന്ന് കയറി പോണം. അപ്പോൾ നമുക്ക് ഇനിയും ഒരുപാട് ദൂരമുണ്ട് യാത്ര ചെയ്യാൻ. അങ്ങോട്ട് ഇതുപോലെ വലിയ കുന്നുകളാ. അപ്പോൾ അങ്ങോട്ട് എന്താ വെച്ചാൽ മഴ പെയ്തിട്ട് മരങ്ങളും അങ്ങനെ ഒരുപാട് സാധനങ്ങൾക്ക് വീണ് ഒടിഞ്ഞെടുക്കുക. അപ്പോൾ അതിൽ പോകാൻ ബുദ്ധിമുട്ടുണ്ട്. പിന്നെ വെള്ളമൊക്കെ വലിച്ചിട്ട് പറഞ്ഞാൽ വഴിയെല്ലാം വളരെ മോശമായിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് അങ്ങോട്ടേക്ക് അധികം പോകുന്നില്ല. നമുക്ക് ഇനി ഇവിടുന്ന് തിരിക്കാം. ഇപ്പോൾ വേറൊരു ഭാഗമുണ്ട്, അത് കാണിക്കാം നമ്മൾ. അപ്പോൾ ഏറ്റവും കൂടുതൽ നല്ലൊരു വ്യൂ കിട്ടുന്ന ഒരു ഏരിയ ആയിരുന്നു, അത് ഉദ്ദേശിച്ചിട്ടാണ് അങ്ങോട്ട് പോകാൻ നോക്കിയത്. പക്ഷേ അങ്ങോട്ട് പോകാൻ പറ്റിയില്ല. അപ്പോൾ നമുക്ക് ആദ്യം പറഞ്ഞ പോലെയുള്ള ഒരു സ്ഥലത്ത് ഇത് കണ്ടോ, ഇവിടെയുള്ള നല്ല ഇതുണ്ട്. ആ സ്ഥലങ്ങളൊക്കെ നമ്മൾ പോകാൻ ഉദ്ദേശിച്ച, പക്ഷെ അത്രയും ഭാഗത്തേക്ക് പോകാനാവില്ല. അതുകൊണ്ട് ഇവിടുന്ന് ആ വ്യൂ എല്ലാം നമ്മൾ കാണിച്ചു തരാം. അപ്പോൾ ഇനിയും നമ്മളിത് കാണിക്കുമ്പോൾ ഒരുപാട് വലിയ ലെങ്ത് വീഡിയോ ആയിപ്പോവും. അതുകൊണ്ട് അടുത്തൊരു വീഡിയോയിൽ നമ്മൾ ബാക്കിയുള്ള കാര്യം കൂടി കാണിച്ചു തരാം. അപ്പോൾ ഇതിൻ്റെ മേൽവശമെല്ലാം നമുക്ക് ഒരുപാട് പോകാനും കാഴ്ചകളുണ്ട്. അത് ഏതായാലും നമുക്ക് അടുത്ത വീഡിയോയിൽ എന്തായാലും നമുക്കത് പരമാവധി നമുക്ക് കാണിച്ചു തരാൻ പറ്റും നോക്കാം. അപ്പോൾ ഏതായാലും ഈ വീഡിയോ ഇപ്പോൾ ഇവിടെ വൈൻഡപ്പ് ചെയ്യാന്ന്. അപ്പോൾ അതുകൊണ്ട് നമ്മളെ ഈ വീഡിയോ കാര്യങ്ങളൊക്കെ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അതുവരെ നമ്മളെല്ലാവരും സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോ കാണുന്നവരേക്കാർക്കും ബൈ ബൈ.